ഹലോ ഗായ്സ്, അപ്പോൾ നമ്മുടെ വയനാട് ട്രിപ്പിൻ്റെ പാർട്ട് 2 ആണ് ഇത് കാണിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ ഫ്രഷ് ആയിട്ട് കുളിച്ചിട്ടൊന്നുമില്ല കേട്ടോ. ഞങ്ങൾ നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ്. ഫസ്റ്റൊക്കെ അവിടെ നിന്ന് തന്നെയാണ്. അപ്പോൾ നമ്മൾ 1 ഡേ ആണ് റിസോർട്ട് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റും കൂടി ഉണ്ട്. ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റായിട്ട് കുറേ ഐറ്റംസ് ഉണ്ട്. ദോശ, പൂരി, ഉപ്പുമാവ്, മസാലക്കറി, പിന്നെ മുട്ട പുഴുങ്ങിയത്, അങ്ങനെ കുറേ ഉണ്ട്. പിന്നെ നമ്മുടെ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ കോൺഫ്ലെക്സ്, ചോക്കോസ്, അങ്ങനത്തെ കുറേ ഉണ്ട്. ഫ്രൂട്ട്സ് ഐറ്റംസ് ഉണ്ട്, പിന്നെ ബേക്കറി ഐറ്റംസ് ഉണ്ട്, ചായ, കോഫി, ജ്യൂസ് ആണെങ്കിൽ ജ്യൂസ്, ഏത് വേണമെന്ന് വെച്ചാൽ എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു. നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റും ഉണ്ട്. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ അടുത്തത് പോകാൻ പോണത് പൂളിലേക്കാണ്. അപ്പോൾ ഞങ്ങളൊന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി വരുന്നതാണ്. അപ്പോൾ ഇതാണ് ഞങ്ങൾ റിസോർട്ടിൻ്റെ ഫുൾ ആംബിയൻസ് എന്ന് വരുന്നത്. അപ്പോൾ ഞങ്ങളുടെ റിസോർട്ട് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഞങ്ങൾ ഡ്രസ്സ് മാറാൻ വേണ്ടി വരുന്നതാണ്. അപ്പോൾ ഇതിപ്പോൾ സീസൺ ടൈം അല്ലാത്തതുകൊണ്ട് അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ പോയത് ഒരു വ്യാഴം വെള്ളി ആ സമയത്താണ് ഞങ്ങൾ പോയത്. അപ്പോൾ ഞങ്ങളും പിന്നെ ഒരു ഫാമിലീസും കൂടി ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് പൂളിൽ അത്യാവശ്യം എൻജോയ് ചെയ്യാൻ നിന്നു. എനിക്കാണെങ്കിൽ പൂളിൽ ഇറങ്ങിയിട്ട് പിന്നെ കയറാൻ വരെ തോന്നിയിട്ടുണ്ടായിരുന്നില്ല. ലാസ്റ്റ് ആശി പിടിച്ച് വലിച്ചിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നത്. കുറേ നേരം വെള്ളത്തിൽ കളിച്ചുകൂട്ടാ. എനിക്ക് നീന്തൽ അറിയില്ല, എന്നാലും ഞാനിങ്ങനെ കൈ കൊണ്ടും കാലുകൊണ്ടൊക്കെ തുഴഞ്ഞു പോണ പോലെയൊക്കെ പോയി. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. നല്ലോണം എൻജോയ് ആണെങ്കിൽ തണുത്ത് വിറയ്ക്കൽ തുടങ്ങി അവന് വെള്ളത്തിൽ. നല്ല അത്യാവശ്യം നല്ല വെള്ളത്തിനും തണുപ്പുണ്ട്. പിന്നെ അവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് നല്ല തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവനിങ്ങനെ വെള്ളത്തിൽ ഇറങ്ങിയിട്ട് ഇങ്ങനെ വിറയ്ക്കൽ തുടങ്ങി. നല്ല അടിപൊളിയായിരുന്നു. അവിടെ കുറേ പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു. വേറൊരു ഫാമിലിയും കൂടി ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അവരുടെ പിള്ളേരും എല്ലാവരും ഉണ്ടായിരുന്നു. നല്ല അടിപൊളിയായിട്ട് ഫ്രഷ് ആവാൻ വേണ്ടി പോയി. അപ്പം നമ്മുടെ ഇന്നത്തെ സ്റ്റേ ടൈം കഴിഞ്ഞു. 11 വരെയാണ് നമുക്ക് റിസോർട്ട് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഞങ്ങൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നമ്മുടെ ലഗേജൊക്കെ എടുത്ത് പോകണ വഴിക്ക് നല്ല കോടമഞ്ഞും നല്ല കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കുറേ കുരങ്ങന്മാരെ കണ്ടു. അപ്പം ഞങ്ങൾ വണ്ടി നിർത്തി അവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് വണ്ടി അവിടെ സൈഡാക്കി അവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അവിടെ നിന്ന് താഴോട്ട് കാണുന്ന ചുരത്തിൻ്റെ ഏറ്റവും ഹൈറ്റിലാണ്. അപ്പം നമ്മൾ താഴത്തുനിന്ന് കാണുന്ന വ്യൂസ് എന്ന് പറയുന്നത് അടിപൊളി വ്യൂ ആണ്. നമ്മളത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കില്ല നമ്മൾ അത്രയും ഹൈറ്റിൽ ഇങ്ങനെ യാത്ര ചെയ്തിട്ടാണ് കയറി വരുന്നതെന്ന്. നല്ല അടിപൊളി വ്യൂ ആണ്. അപ്പോൾ അവിടുന്ന് ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ വീണ്ടും കാറിലേറി യാത്ര തുടർന്നു. ഞങ്ങൾ പോണ വഴിക്ക് നല്ല മുളയരി പായസമൊക്കെ കണ്ടു. ഞാൻ മുളയരി പായസം ഇതുവരെയായിട്ടും കഴിച്ചിട്ടില്ല. അപ്പോൾ കഴിക്കാമെന്ന് വിചാരിച്ച് അവിടെ വണ്ടി നിർത്തി അതൊക്കെ വാങ്ങി കഴിച്ചു. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഏകദേശം നമ്മുടെ ഗോതമ്പ് പായസത്തിൻ്റെ പോലെയൊക്കെ നമുക്ക് തോന്നും, പക്ഷെ നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പം ഞങ്ങൾ പോകാൻ പോണത് ഇന്ന് നമുക്ക് സ്റ്റേ ചെയ്യണമല്ലോ. അപ്പം അതിന് നമുക്ക് വേറെ റിസോർട്ട് നോക്കാൻ വേണ്ടിയാണ് ഞങ്ങളുടെ അടുത്ത യാത്ര. അപ്പം നമുക്ക് ഇഷ്ടപ്പെട്ട റിസോർട്ടിൽ കയറി. അപ്പോൾ ഈ റിസോർട്ടിൻ്റെ പേരെന്താണെന്ന് എനിക്ക് ഓർമ്മ കിട്ടണില്ല, വീഡിയോസിൽ ഞങ്ങൾ എടുത്തില്ല. അപ്പോൾ ഈ റിസോർട്ട് എന്ന് പറയുന്നത് മറ്റേതിനെക്കാട്ടി നല്ല അടിപൊളി റിസോർട്ടാണ്. നല്ല ആംബിയൻസ് ആണ്. നമ്മുടെ റൂമിൽ നിന്ന് തന്നെ നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളിത് തന്നെ ബുക്ക് ചെയ്തു. അപ്പം ഞങ്ങളുടെ ലഗേജും കാര്യങ്ങളൊക്കെ റൂമിൽ വെച്ചിട്ട് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ടാണ് പോയത്. അപ്പോഴത്തേനും എല്ലാ കാര്യങ്ങളും കഴിഞ്ഞപ്പോഴത്തേനും തന്നെ ഉച്ചയായിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. അപ്പം നമ്മളൊരു ഹോട്ടലിൽ കയറിയിട്ട് ഞാനും ആശും ചിക്കൻ ബിരിയാണിയാണ് കഴിച്ചത്. ബിരിയാണി വിട്ടുള്ള കളി നമുക്കില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ ചിക്കൻ ബിരിയാണിയാണ് കഴിച്ചത്. അപ്പോൾ ഒവിക്ക് നമ്മൾ കുഴിമന്തിയാണ് വാങ്ങി കൊടുത്തത്. അവൻ മന്തി ഫാനാണ്. അപ്പോൾ അവന് കുഴിമന്തി വാങ്ങി. പതിവ് പോലെ ബില്ലടിക്കാൻ നേരത്തെ വീണ്ടും അവൻ ഐസ്ക്രീം കണ്ടുപിടിച്ചു. അങ്ങനെ അവിടെ നിന്നും നമ്മൾ ഐസ്ക്രീമൊക്കെ വാങ്ങി കഴിച്ചു. ഫുഡടി പരിപാടി കഴിഞ്ഞു. നമ്മുടെ റിസോർട്ടൊക്കെ ബുക്ക് ചെയ്തു. ഇനി നമുക്ക് വീണ്ടും യാത്ര തുടരാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇപ്പോൾ പോണത് അവിടുത്തെ ഫോറസ്റ്റ് കാണാനാണ്. അപ്പോൾ പോണ വഴിക്ക് പല മൃഗങ്ങൾ കാണുമെന്ന് ഞങ്ങളോട് ഷെരീഫ്ക്ക പറഞ്ഞു. ഷെരീഫ്ക്ക എന്ന് പറയുന്നത് ആശിൻ്റെ ഫ്രണ്ടിൻ്റെ പേരാണ്. അപ്പോൾ ഷെരീഫ്ക്ക് മുന്നേ വന്നിട്ടുള്ളത് കൊണ്ട് ആൾക്കറിയാം അത്യാവശ്യം ഏരിയ ഒക്കെ ആൾക്കറിയാം. കാട്ടിലേക്ക് പോണ വഴിക്ക് ഞങ്ങൾ ആദ്യമായിട്ട് കണ്ടത് മാനിനെയാണ്. പല മൃഗങ്ങളെ കാണുമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ മാനിനെയാണ് കണ്ടത്. കൂട്ടായിട്ടാണ് മാനുകൾ നിൽക്കുന്നുണ്ടായിരുന്നത്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. ഞങ്ങൾ വണ്ടി അവിടെ സൈഡാക്കിയിട്ട് വീഡിയോസൊക്കെ എടുത്തു. പിന്നെ അടുത്തത് നമ്മൾ കണ്ടത് ആനേനെയാണ്. കൂട്ടായിട്ടാണ് ആന നിൽക്കണ്ടായിരുന്നത്. അപ്പുറത്തെ സൈഡിൽ ഒരാൾ ഒറ്റയ്ക്ക് നിൽക്കണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഒറ്റയാൻ്റെ പേടികളാണ്. കുറേ നേരം വണ്ടി ഇങ്ങനെ നിർത്തി വീഡിയോസൊക്കെ എടുത്തു. ആനേൻ്റെ ഒക്കെ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ബാക്കി നമ്മുടെ ബാക്കിൽ കുറേ ടൂറിസ്റ്റ് വേറെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അവരും വണ്ടി നിർത്തി വീഡിയോസൊക്കെ എടുത്തു. പിന്നെ കുറച്ചും കൂടി മുന്നോട്ട് പോയപ്പോഴാണ് നമ്മൾ കാട്ടുപോത്തിനെ കാണുന്നത്. നമ്മൾ ജല്ലിക്കെട്ട് മൂവിൽ കണ്ടിട്ടില്ലേ കാട്ടുപോത്ത്, അതേ സെയിം സാധനങ്ങൾ കൂട്ടം കൂടിയിട്ടാണ് നിൽക്കണ്ടായിരുന്നത്.
അപ്പോൾ ലാസ്റ്റ് അവരിങ്ങനെ വണ്ടീൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ ഞങ്ങളിങ്ങനെ ചെറുതായിട്ട് പേടിച്ചൊക്കെ പോയി. അപ്പോൾ ഞങ്ങൾ വേഗം വണ്ടി അവിടെ നിന്ന് വിട്ടു. പിന്നെ പോണ വഴിക്ക് നമ്മൾ വെറൈറ്റി ആയിട്ട് ഒരു സാധനത്തെ കണ്ടിട്ടുണ്ടായിരുന്നു. വേറെ ഒന്നല്ല, കരടീനെയാണ് കണ്ടത്. ഞാൻ ഇതുവരെയായിട്ടും കരടീനൊക്കെ ഇങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ. മാനിനെയും ആനേനെയൊക്കെ നമ്മളിങ്ങനെ കാണാറുള്ളതാണല്ലോ. അപ്പോൾ കരടീനെ ആദ്യമായിട്ടാണ് കാണുന്നത്. ആകെ ഒരു കരടി ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ വണ്ടി സൈഡാക്കിയിട്ട് ആ കരടീനെ അത്യാവശ്യം ക്യാമറയിൽ. പിന്നെ നമ്മൾ പോണ വഴിക്ക് അങ്ങനെ ഒന്നും കണ്ടില്ല. പിന്നെ നമ്മൾ അറ്റത്തെത്തി മൈസൂർ റൂട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നല്ല സൺഫ്ലവർ, സൂര്യകാന്തി പൂവിൻ്റെ തോട്ടങ്ങളുണ്ടായിരുന്നു. പിന്നെ ചെട്ടുമല്ലി, അങ്ങനത്തെ നമ്മുടെ ഓണത്തിനൊക്കെ ഇവിടെ നിന്നാണ് കൊണ്ടുപോകാന്നാണ് പറയാറ്. അപ്പം ഞങ്ങൾ അവിടെ വണ്ടി സൈഡാക്കിയിട്ട് അവിടെ നിന്ന് കുറേ ഫോട്ടോ, അവിടെ സൈഡിൽ ഇങ്ങനെ മാങ്ങ, ഉപ്പ്, മുളകൊക്കെ ഇട്ട് കൊടുക്കണുണ്ടു. അപ്പം ഞങ്ങൾ അത്യാവശ്യം ഒരു ചെനച്ചതായിട്ടൊരു മാങ്ങ സെലക്ട് ചെയ്തിട്ട് അത് മുറിച്ചിട്ട് ഞങ്ങൾക്ക് ഉപ്പ് മുളക് ഇട്ട് തരാൻ പറഞ്ഞപ്പോൾ ആൾ അതേപോലെയൊക്കെ ചെയ്തു തന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. അപ്പോഴേക്കും വൈകുന്നേരം ആയിട്ടുണ്ടായിരുന്നു, ഒരു 6 മണി 6:30 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോകുന്നു. മൈസൂർ റൂട്ടിലേക്ക് അങ്ങനെ അറ്റത്തേക്ക് പോയിട്ടില്ല. അപ്പോൾ നമ്മൾ തിരിച്ച് ആ കാട്ടിൽ കൂടെ തന്നെയാണ് വരുന്നത്. അപ്പോൾ ചെറിയ പേടിയൊക്കെ ഉണ്ടായിരുന്നു, ആന വന്ന് റോഡ് ബ്ലോക്ക് ആക്കുമോ എന്നൊക്കെ പേടി ഉണ്ടായിരുന്നു. പക്ഷേ കാര്യമായിട്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ആന അവിടെ ഇവിടെ നിൽക്കണുണ്ടായിരുന്നല്ലാണ്ട് കാര്യമായിട്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. സേഫായിട്ട് ഞങ്ങൾ എത്തി. ഇപ്പോൾ പോണ വഴിക്ക് ഒരു ബേക്കറിയിൽ നിർത്തിയിട്ട് അത്യാവശ്യം നമുക്ക് നമ്മുടെ വാങ്ങിയ സ്നാക്സൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കുറച്ച് വാങ്ങി എന്തെങ്കിലുമൊക്കെ ലൈറ്റായിട്ട് കഴിക്കാമെന്ന് വിചാരിച്ച് നിർത്തിയതാണ്. കാര്യമായിട്ട് വലിയ വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഓരോ ഷവർമയും പിന്നെ മിൻറ്റ് ലൈമും വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇരുന്ന് കഴിച്ചു. എന്ന് പറയുന്നത് നാളെ എൻ്റെ ബർത്ത്ഡേൻ്റെ ദിവസമാണ്. അപ്പോൾ ബർത്ത്ഡേക്കുള്ള കേക്കൊക്കെ വാങ്ങി നല്ല അടിപൊളിയായിട്ട് അത്യാവശ്യം ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. പിന്നെ അധികം വിശപ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് അധികം വീണ്ടും കഴിക്കാനൊന്നും നിന്നില്ല. ഞങ്ങൾ നേരെ നമ്മുടെ റിസോർട്ടിലേക്കാണ് പോയത്. പോണ വഴിക്ക് ഇനി ആർക്കും വിശപ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളിനി അധികം ഫുഡ് കഴിക്കാൻ നിന്നില്ല. അപ്പോൾ ഞങ്ങൾ കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങിയിട്ടാണ് പോയത്. അപ്പോൾ നമ്മുടെ റിസോർട്ടിലെത്തി ഡ്രസ്സൊക്കെ ചേഞ്ചായി ഫ്രഷായിട്ട് നമ്മൾ ഫ്രൂട്ട്സ് കട്ട് ചെയ്യാൻ വേണ്ടി നിന്നു. അപ്പോൾ തണ്ണിമത്തനും മാങ്ങയൊക്കെയാണ് വാങ്ങിയത്. അപ്പോൾ നമ്മുടെ ബാൽക്കണിയിൽ നിന്ന് നമ്മൾ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് കഴിച്ചു. നമ്മുടെ ബാൽക്കണിയിൽ നിൽക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നല്ല അടിപൊളി വ്യൂ ആണ്. രാത്രി ഇതുകൊണ്ട് അധികം കാണാൻ പറ്റില്ല. നല്ല തണുപ്പും നല്ല അടിപൊളി വ്യൂവും ആംബിയൻസും ഒക്കെ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് പതുക്കെ രാത്രി 12 മണിയായപ്പോൾ, ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ നമ്മൾ കേക്കൊക്കെ 12 മണിക്കായപ്പോൾ കേക്കൊക്കെ മുറിച്ച് കട്ട് ചെയ്ത് നമ്മൾ കിടന്നു. നമ്മുടെ വയനാട് ട്രിപ്പിൻ്റെ പാർട്ട് 3 ആയിട്ട് ബാക്കിയുള്ള വീഡിയോസ് ഇടാം, ലോങ് ആവണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.